വനിതകൾക്ക് നീതി അകലെ. നമുക്കറിയാം, ചെസ് ഒളിമ്പിയാഡിൽ ജേതാക്കളായി സ്വർണം ഏറ്റുവാങ്ങി ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ വനിതകൾ ഒരു വശത്ത്, മറുവശത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നീതി ലഭിക്കും എന്ന് കരുതി വിമൻ ഇൻ സിനിമ കളക്റ്റീവും അതിൻ്റെ പുറകിലുള്ളവരും കഠിനമായി യത്നിക്കാൻ തുടങ്ങി. വർഷങ്ങളായി ഇതുവരെ കാര്യമായ നീതി ലഭിക്കാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ എന്ന് വേണം അവരെ പറ്റി പറയാൻ. മറുവശത്ത് ഇങ്ങനെ അങ്ങ് നോക്കുമ്പോൾ എന്നാണ് ഇന്ത്യയിൽ വനിതകൾക്ക് നീതി ലഭിക്കുക എന്ന ഒരു ആശങ്ക ആർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷനിൽ ഈ വർഷം എത്തിയ പരാതികളുടെ എണ്ണം ഒന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ദേശീയ വനിതാ കമ്മീഷനിൽ എത്തിയ പരാതി, സ്ത്രീകളുടെ പരാതി 12,820. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ളത് യു പിയിൽ നിന്നാണ്. യു പിയിൽ തന്നെ വന്നിരിക്കുന്ന പരാതികളുടെ എണ്ണം 6,559 എണ്ണമാണ്. ഡൽഹിയിൽ നിന്ന് 1,146, മഹാരാഷ്ട്ര 766. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 97 പരാതികളെ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് പരാതികൾ തീർച്ചയായിട്ടും കുറവാണ്. ഇനി പരാതികൾ കൊടുത്തിട്ട് പ്രയോജനമില്ല. ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്തിട്ട് എന്ത് പ്രയോജനം കിട്ടി? അങ്ങനെ കരുതി പരാതികൾ കൊണ്ട് പോകാത്തതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു നിൽക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. വനിതകൾക്ക് കേരളത്തിലോ, അതായത് സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്നു, ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ പോലും വനിതകൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ഒരു വിദൂര സ്വപ്നം മാത്രമാണ് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മുൻപിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ സ്ത്രീ തൊഴിൽ അന്വേഷകർക്ക് ഇടയിൽ സംഘടിപ്പിച്ച ഒരു സർവേ, ആ സർവേയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിവാഹാനന്തരം തൊഴിൽ ഉപേക്ഷിച്ചവരാണ് 57% സ്ത്രീകളും കേരളത്തിൽ. അപ്പോൾ വിവാഹം തൊഴിൽ ഉപേക്ഷിക്കത്തക്ക ഒരു പ്രഹരമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഒരിക്കൽ കിട്ടിയ തൊഴിൽ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ അവൾ ഒരു ശമ്പളം പറ്റുന്ന തൊഴിൽ സ്വീകരിച്ച് പ്രവർത്തിച്ചു എന്ന് വരില്ല. അങ്ങനെയാകുമ്പോൾ പിന്നീടുള്ള കാലഘട്ടം മുഴുവനും അവൾ ഭർത്താവിൻ്റെ വരുമാനത്തെ അല്ലെങ്കിൽ വീട്ടിലെ വരുമാനത്തെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അതേ സമയത്ത് അവളുടെ തൊഴിലോ അവൾ ജോലി ചെയ്യുന്നതോ 12 മണിക്കൂറോ 14 മണിക്കൂറോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം അവൾ ജോലി ചെയ്യുന്നത്. അതൊക്കെ ഒരു പൈസയുടെ പ്രയോജനമില്ലാത്ത തൊഴിലായി മാറുന്നു. അത് ആണ് കുടുംബഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബഭാരത്തിൻ്റെ പേരിൽ 57% സ്ത്രീകൾ കേരളത്തിൽ തൊഴിൽ ഉപേക്ഷിച്ചു വിവാഹത്തോടെ എന്നാണ് ആ നോളജ് കമ്മീഷൻ്റെ സർവേയിൽ കണ്ടെത്തിയത്. ഇനി അവർ പറയുന്നുണ്ട്, ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്തം, ആ പഠനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ 27% സ്ത്രീകൾ മാത്രമാണ് തൊഴിൽ പങ്കാളിത്തം ഉള്ളവരുള്ളൂ. കർണാടകയിലാണെങ്കിൽ 31.7% സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നു എല്ലാ കാലത്തും, വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും. തമിഴ്നാട്ടിലാണെങ്കിൽ 38.3%, തെലങ്കാനയിലാണെങ്കിൽ 41.8%, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ 37.6%. അപ്പോൾ ഈ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതൽ % സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളമാണ് സാക്ഷരതയിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്നു, അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ വീമ്പടിക്കുന്ന കേരളം. അപ്പോൾ എന്താണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്? ഒരുപാട് കാരണങ്ങൾ കാണും. അതുപോലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ഒരു സർവേ, അത് ഏതാനും വർഷം മുൻപ് നടത്തിയ സർവേയാണ്, ഈ അടുത്ത വർഷം നടത്തിയതല്ല. നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ 64% ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്ന 66% പേരും പെൺകുട്ടികളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 34% പേര് ആൺകുട്ടികളുള്ളൂ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവരായിട്ട്.
എന്ന് വെച്ചാൽ എന്താണ് അതിൽ മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമർത്യ സെൻ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇന്ത്യയിൽ കൂടുതലായിട്ടും മൂലധന നിക്ഷേപം മൂലധന നിക്ഷേപം കൂടുതൽ നടത്തുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലല്ല, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ്. അതായത് ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആൺകുട്ടികളെ എഞ്ചിനീയറാക്കുക, ഡോക്ടറാക്കുക, ഈ തരത്തിലുള്ള ആദിയോടുകൂടി, അതായത് ഗർഭസ്ഥ ശിശുവിനെ തന്നെ ആണാണെങ്കിൽ മെഡിസിന് വിടും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് വിടും. അതുമല്ല പെണ്ണാണെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ്, പെണ്ണാണെങ്കിൽ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നുമില്ല. കേരളത്തിലായതുകൊണ്ട് പെണ്ണാണെങ്കിൽ കൊന്നു കളയണമെന്ന് വിചാരിക്കില്ല, ഭ്രൂണഹത്യ ചെയ്യണമെന്ന് വിചാരിക്കില്ല. കേരളത്തിന് പുറത്തുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഭ്രൂണഹത്യ തന്നെ ചെയ്തെന്നിരിക്കും. അപ്പം അങ്ങനെ സ്ത്രീയെ ഭ്രൂണത്തിൽ വച്ച് മുതലേ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യ സമൂഹം കാണുന്നത്. ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ പിറന്ന് വളർന്നു വരുന്ന കുട്ടി എത്ര മിടുക്കിയാണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എന്താണ് പറയുക, ചെസ് ഒളിമ്പിയാഡിൽ സ്വർണം വാങ്ങിച്ചു. അതായത് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഏറ്റവും മുൻപിൽ എത്രയോ പെൺകുട്ടികൾ നിൽക്കുന്നു. എൻട്രൻസ് ടെസ്റ്റുകളിലും അത് നമ്മൾ കാണാറുണ്ട്. മികവിൽ ഒരു കാരണവശാലും പെൺകുട്ടികൾ, അതായത് അമർത്യ സെന്നൊക്കെ പറയുന്നത് കൂടുതൽ ആൺകുട്ടികളിലാണ്, പെൺകുട്ടികളിലല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? എൻട്രൻസ് ടെസ്റ്റൊക്കെ പാസ്സാകണമെന്ന് വിചാരിച്ച് ആൺകുട്ടികളെ ട്യൂഷന് വിടുന്നു, ഒരുപാട് പൈസ അതിനുവേണ്ടി ചിലവഴിക്കുന്നു. പെൺകുട്ടികളെ അങ്ങനെ ഒന്നും വിടുന്നില്ല. അവർ വേണമെങ്കിൽ എഴുതിക്കോട്ടെ, എഴുതി കിട്ടുന്നെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ വിടാം എന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണ് കാണിക്കുക. ഇത് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് മാറ്റമുണ്ട്. മൂലധന നിക്ഷേപം ആൺകുട്ടികളിൽ കൂടുതലും പെൺകുട്ടികളിൽ കുറവുമാണെന്ന് CDSലെ പഠനം തെളിയിക്കുന്നു. അതുപോലെ നമുക്ക് അനുഭവത്തിലും അറിയാം. എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അത്രയില്ല. അതുകൊണ്ട് എൻജിനീയറിംഗ് പഠനത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിലെ ചില വിഷയങ്ങൾ പെൺകുട്ടികൾ കൂടുതൽ എടുക്കുന്നു, ആൺകുട്ടികൾ എടുക്കുന്നില്ല, അത്തരം വിഷയങ്ങൾ. അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, ആൺപെൺ വ്യത്യാസം പുറത്തു വരത്തക്ക രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലകളിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ, അതായത് ശിശുപ്രായം മുതലേ പെൺകുട്ടികൾ വളരുന്നത്. ഇതുപോലെയുള്ള ഡിസ്ക്രിമിനേഷൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് വളരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം ഈ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നാം ആലോചിക്കുന്നത്. അതായത് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ മുകേഷ് അറസ്റ്റ് വരിക്കുന്നതിന് മുൻപ് തന്നെ മുൻകൂർ ജാമ്യം വാങ്ങിക്കുന്നു. അപ്പം ആ അറസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പേരിന് ഒരു അറസ്റ്റ്, അതൊരു ഇത്തിരി നാണക്കേടുണ്ടാക്കി. അഥവാ അങ്ങനെ ഒരു കുറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന് ഉള്ള ഒരു അഭിപ്രായത്തിലേക്ക് സമൂഹമെത്തി എന്നല്ല പറയേണ്ടത്, ഗവൺമെൻറ്റും കോടതിയും എത്തി. അത്ര വരെയെങ്കിലും എത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് പോരുന്നു. അത്രയുമായി. ഇനി അതുപോലെ സിദ്ദിഖിൻ്റെ കാര്യം എടുത്താലോ, സിദ്ദിഖാണെങ്കിലും കുറ്റവാളിയാണെന്ന് 101% ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി കേട്ടറിവുള്ളവർക്ക് പോലും അറിയാം കുറ്റവാളിയാണെന്ന്. ഇനി അതിനേക്കാളും വലിയ കുറ്റവാളികൾ പോലും സദാചാര പ്രിയരായിട്ട് അല്ലെങ്കിൽ സദാചാര രാജാക്കന്മാരായിട്ട് പുറത്ത് വിലസി നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും സിദ്ദിഖ് കുറ്റവാളിയാണ് എന്ന് ആ അനുഭവസ്ഥ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റുമായിട്ട് നോക്കുമ്പോഴേക്കും അദ്ദേഹം മുങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇനി പൊങ്ങുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതകളൊക്കെ നോക്കി കിട്ടുമെന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടാതെ പോകട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 5 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടയിരുന്ന ഗവൺമെൻറ് ഒരു കാരണവശാലും അപരാധികളെ ശിക്ഷിക്കാനോ നിരപരാധികളുടെ കൂടെ നിൽക്കാനോ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഗവൺമെൻറ് ആഗ്രഹിച്ചത് മുഴുവനും സ്വാധീന ശക്തിയും ധനത്തിൻ്റെ ബലവും ഉള്ള കൂട്ടരുടെ കൂടെ നിൽക്കുക, അവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിവെട്ടുക. ഇതൊക്കെ തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിച്ചിരുന്നതും അതിനനുസരിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് അവസാനം കോടതി റിപ്പോർട്ട് മുഴുവൻ കോടതിയുടെ മുൻപിൽ സമർപ്പിക്കുക. ആരാണ് കുറ്റക്കാരല്ലാത്തവരെന്ന് കോടതി മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നത് വരെ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുൻപിൽ പോലും അവതരിപ്പിച്ചില്ല. അതിന് പല എക്സ്ക്യൂസസ് ഹേമ കമ്മിറ്റി പറഞ്ഞു പുറത്തുവിടരുതെന്ന്. കോടതിയിൽ വയ്ക്കുന്നത് പുറത്തുവിടലല്ല,
അതിൻ്റെ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയാണ് കോടതിയുടെ മുൻപിലേക്ക് അത് കൊണ്ടുപോയി വിടുന്നത്. അതുപോലും ചെയ്യാതിരുന്ന ഗവൺമെൻറ് അവസാനം അത് സുപ്രീം കോടതിയിൽ വെക്കേണ്ടി വരുന്നു. ഇതുപോലെയുള്ള ചിലരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ നമുക്കറിയാം, തെറ്റ് ചെയ്തവർ ഇപ്പോഴും വളരെ സുഖമായി വിലസുകയാണ്. അതായത് ഈ അപരാധങ്ങളൊക്കെ മൂലം സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടവർ, സ്വന്തം സ്വപ്നങ്ങൾ കത്തി എരിഞ്ഞു പോയവർ, അവരിപ്പോഴും ഭയവിഹ്വലരായി ഏറ്റ കനത്ത അടിയുടെ വേദന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അവരുടെ കൂടെ ഒരുപാട് ജനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുഖം വികൃതമാക്കാതെ അത് മുഖം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് നീതി ഉറപ്പാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നേറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.